Hello dear students, welcome to another class of our mathematics. Today we are going to discuss last chapter, probability. അല്ലേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മാത്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 13, പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ പ്ലസ് 1-ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പ്ലസ് 2-ൽ ഡിസ്കസ് ചെയ്യുകയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററും കൂടിയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 6 മാർക്ക് വെയിറ്റേജ് ഉള്ള ഏകദേശം ഒരു 4 എക്സസൈസോളം ഉള്ള ഒരു വലിയൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററുമാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് പ്രോബബിലിറ്റിയും അതിന്റെ വേർഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അതിന്റെ വേർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഓരോ വേർഡ്സ് ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് പറയുന്നില്ല. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ഔട്ട്കം വിൽ നോട്ട് പ്രെഡിക്റ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഔട്ട്കം വരുന്ന അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് വരുന്ന എക്സ്പെരിമെന്റിന് വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കും അവിടെ. അതിലെ ഓരോ എലമെന്റിന് വിളിക്കുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. അതിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ ഒരൊറ്റ സെറ്റിന്റെ അകത്താക്കി എഴുതുമ്പോൾ അവിടുത്തെ വലിയൊരു സെറ്റ്, അതായത് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് സാമ്പിൾ സ്പേസിനെ പറയാം. ആ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഇവന്റിന്റെ അകത്ത് സാമ്പിൾ പോയിന്റുകളായിരിക്കും ഉണ്ടാവുന്നത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് എനി ഇവന്റ് എ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, number of favorable outcome divided by total number of outcome, divided by total number of outcome. ഇതാണ് പ്രോബബിലിറ്റിയുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നോർമൽ ഡെഫിനിഷൻ അഥവാ ക്ലാസിക്കൽ ഡെഫിനിഷൻ. പ്രോബബിലിറ്റി ഓഫ് എനി ഇവന്റ് is equal to the number of favorable outcome divided by the total number of outcomes. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നമുക്ക് കുറെ പോയിന്റുകൾ എഴുതാണ്. പ്രോബബിലിറ്റി is always 0 less than or equal to P of A less than or equal to 1. That is maximum probability. Maximum probability. Maximum probability അഥവാ probability of sample space S is 1. Probability of sample space S is 1. അതായത് maximum probability 1-ന്റെയും 0-യുടെയും ഇടക്കാണ് ഉണ്ടാവുന്നത്. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഓരോ ഇവന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് event A, that is probability of A. ഇതിനെ ഡിനോട്ട് ചെയ്യല് probability of A എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തൊന്ന് എഴുതി event not A. നോട്ട് A എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന രീതി A complement, അതായത് probability of A complement എന്ന് പറഞ്ഞാൽ 1 minus P of A എന്ന്, 1 minus P of A. ഇതിനെ നമുക്ക് ഒന്നുകൂടി എഴുതാം. that is probability of not A equal to 1 minus probability of A. Okay അല്ലേ? Next one, probability of A or B. Probability of A or B, that is probability of A plus probability of B minus probability of A and B. Intersection വിളിക്കുന്ന പേര് A and B. യൂണിയൻ ആണെങ്കിൽ A or B. Clearly denoted by probability of A union B equal to A or B എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്ത് probability of A union B. അത് തന്നെയാണ് probability of at least one of A and B എന്ന് പറഞ്ഞത്. എയിലെയും ബിയിലെയും ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂസിംഗ് ദിസ് ഇക്വേഷൻ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് A but not B. Probability of A but not B denoted by probability of A intersection B complement, that is equal to probability of A minus B. That is probability of A minus B നെ വിളിക്കുന്ന പേരാണ് A and not B. A and not B, that is probability of A intersection B complement, that is probability of A minus B. The next one, probability of both A and B. Probability of both A and B denoted by probability of A intersection B equal to P, that is A intersection B equal to, yes,
അത് നമുക്ക് നെക്സ്റ്റ് ഒരു തിയറി ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് ബോത്ത് എ ആൻഡ് ബിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊന്നാണ് ഡി മോർഗൻസ് ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡി മോർഗൻസ് ലോ കേട്ടോ. ഡി മോർഗൻസ് ലോ നമ്മൾ സെറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത്ര ഒരു വെർബൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോബബിലിറ്റിയിൽ നടത്താൻ കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റിയിൽ ഒട്ടുമിക്ക പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി പ്രോബബിലിറ്റിയിൽ ടോട്ടൽ വരുന്ന കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ +1 പഠിച്ചതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ്. എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രോബബിലിറ്റിയുടെ ഏറ്റവും വലിയ തിയറി. ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആൻഡ് ബേസ് തിയറം. പുതിയൊരു തിയറം ആണ് കേട്ടോ. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആൻഡ് ബേസ് തിയറം. നെക്സ്റ്റ് വൺ റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബെർണോളിസ് ട്രയൽ എന്ന് പറയുന്നത്. ആകെ 5 ടോപ്പിക്കാണ് ഉള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആൻഡ് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബെർണോളിസ് ട്രയൽ. ഓക്കെ അല്ലേ? ഇതാണ് 5 ടോപ്പിക്കാണ് നമുക്ക് ഇതിലാകെ കവർ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് ഡിസ്കസ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. The conditional probability means that the probability of occurrence of A then B is already occurred. Conditional probability ഡിസ്കസ് ചെയ്യുന്നത് 2 ഇവന്റുകളെ കുറിച്ചാണ്. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഇവന്റുകളെ കുറിച്ചിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ then B is already occurred. ഓക്കെ, ഇപ്പൊ 2 പ്രോബബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. 2 ഇവന്റുകൾ. ഒരു സാമ്പിൾ സ്പേസിൽ 2 ഇവന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഇവന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഇവന്റ് ഉണ്ട്. ഇതിൽ ബി എന്ന് പറയുന്ന ഇവന്റ് ഒക്കേർഡ് ആണ്. ബി എന്ന് പറയുന്ന ഇവന്റ് ഒക്കേർഡ് ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ആണ് കണ്ടെത്തേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഓൾറെഡി ഒക്കേർഡ്. യെസ്, ഈ ഒരു കോൺസെപ്റ്റിന് വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് then probability of A then B is already occurred. B is occurred. ഓക്കെ ആണല്ലോ. ബി സംഭവിച്ചതിന്റെ ശേഷം എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ ആണോ നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ദാറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാം അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഇനി probability means that the probability of A then B is already occurred എന്നുള്ളത്. 2 ഇവന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഇവന്റ്സ് ഉണ്ടെങ്കിൽ probability to find the probability of A then B is already occurred. B is already occurred denoted by probability of A given B. ഇതിനെ റീഡ് ചെയ്യാൻ എങ്ങനെയാണ്? probability of A given B, that is probability of A given B written as A by B. Clearly probability of A by B നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് probability of A by B equal to അല്ലെങ്കിൽ probability of A given B equal to probability of A and B divided by probability of B. Then probability of B given A equal to probability of A and B divided by probability of A. Okay, conditional probability of event. Conditional probability. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം conditional probability, that is probability of A given B. Okay, written as probability of A given B equal to probability of A and B divided by probability of B. Okay, probability of B. ഇങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് probability of A നമുക്ക് കണ്ടെത്താം. B is already occurred ആയിരിക്കും. ഇവിടെ കണ്ടീഷൻ probability of B not equal to 0 ആവണം അല്ലേ? കാരണം ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ലല്ലോ. That is probability of B not equal to 0. Ready? അടുത്ത് probability of B given A equal to probability of B intersection A divided by probability of A.
ഇവിടെ നമുക്കറിയാം ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷനും എയും ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഹിയർ പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനിൽ പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. The probability of A then B is already occurred. രണ്ട് ഇവന്റുകൾ ഒക്കർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തെ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തുന്നത് then B is already occurred എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ്. ലെറ്റ് E and F be the events. ഇയും എഫും രണ്ട് ഇവന്റുകളാണെങ്കിൽ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി നമുക്ക് അറിയാം അല്ലെ. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് എസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓഫ് ആൻ എക്സ്പെരിമെന്റ് then we have probability of S given F equal to probability of F given F equal to 1. ഇതിന്റെ ഒരു ചെറിയ പ്രൂഫ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി കേട്ടോ. ഇതിന്റെ ചെറിയൊരു പ്രൂഫ് നമുക്ക് എഴുതി വെക്കാം. ഇവിടെ എങ്ങനെ എഴുതണം? പ്രൂഫ് എഴുതുന്ന സമയത്ത് we have, ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എസ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ അതെന്താ, എഫ് ആയിരിക്കും. കാരണം എസ് വലിയ സെറ്റ് ആണ്, എഫ് എന്ന് പറയുന്നത് ചെറിയ സെറ്റ് ആണെങ്കിൽ വലിയ സെറ്റും ചെറിയ സെറ്റും നമ്മൾ ഇന്റർസെക്ഷൻ എടുത്താൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, എഫ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എസ്. എഫ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എസ്. ആ ഒരു തിയറി വെച്ച് ഞാൻ അവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവർ എഫ് ഈക്വൽ ടു എങ്ങനെ എഴുതുക, probability of S intersection F divided by probability of F equal to probability of S intersection F എന്ന് പറഞ്ഞാൽ that is F. Probability of F divided by probability of F equal to 1. ഓക്കെ ആണല്ലോ? യെസ്, ഇതാണ് ഇവിടെ ചെറിയൊരു പ്രൂഫ് ഉള്ളത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ്, പ്രോപ്പർട്ടി 2. Let A and B are two events associated with a sample space S. ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ അസോസിയേറ്റ് ചെയ്ത ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. അതിന്റെ രണ്ട് ഇവന്റുകളാണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. Then F is a event of S such that probability of F not equal to 0. കാരണം F ചിലപ്പോൾ എവിടെ വരുന്നതാവും, ഡിനോമിനേറ്ററിൽ വരുന്നത്. അതുകൊണ്ട് F not equal to 0 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രൂഫ് ആക്കേണ്ടതാണ് probability of A union B given F. Probability of A union B given F equal to probability of A given F plus probability of B given F minus probability of A intersection B given F എന്നുള്ളതാണ് പ്രൂഫ് ആക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ഇങ്ങനെ എഴുതി A and B is the subset of A and B is the subset of S. F is an event. F എന്ന് പറഞ്ഞാലും S ന്റെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് പ്രൂഫ് ആക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B given F അല്ലേ. പിന്നെ അതിന്റെ ജസ്റ്റ് ഒരു പ്രൂഫ് ആക്കാൻ വേണ്ടി ഈ ഒരു പ്രോപ്പർട്ടി ബൈ ഹാർട്ട് ആക്കണം കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി ബൈ ഹാർട്ട് ആക്കുക. പിന്നെ അതിന്റെ ഒരു പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. കൺസിഡർ LHS. LHS നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെന്ന് എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇങ്ങനെ അല്ലെ. അതായത് പ്രോബബിലിറ്റി ഓഫ് എ then B is already occurred, probability of A then B is already occurred equal to probability of A and B all divided by probability of B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുക, പ്രോബബിലിറ്റി ഓഫ് A union B intersection F divided by probability of F. എഴുതി ഓക്കെ ആണല്ലോ. ഇതാ ഇവിടെ A യൂണിയൻ B, ഇവിടെ A ന്റെ സ്ഥാനത്ത് ഇവിടെ A യൂണിയൻ B given F. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഇന്റർസെക്ഷൻ F all divided by probability of F. Then clearly ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്തു. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, എങ്ങനെ എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ F യൂണിയൻ A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ F. ഓക്കെ അല്ലേ. all divided by probability of F. all divided by probability of F. probability of A intersection F union probability of B intersection F അല്ലേ. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ എഴുതുന്നത്, ഇവിടെ നോക്കടാ, probability of A union B. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല probability of A union B equal to probability of A plus probability of B minus probability of A intersection B കേട്ടോ. അപ്പൊ ഇതിവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്നത് ഇത് ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ്, എങ്ങനെ എഴുതുക, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ
ബി ഇന്റർസെക്ഷൻ എഫ്. ഓക്കെ അല്ലേ? ഇത് മുഴുവനായിട്ട് ഇന്റർസെക്ഷൻ ആക്കി എഴുതി. ഇനി ഓൾ ഡിവൈഡഡ് ബൈ എഫ് ആണല്ലോ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എഫ്, then divided by probability of f, then divided by probability of f. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഇനി ഇതിനെ ഓരോന്നിനും ഞാൻ കമ്പയർ ചെയ്യും. ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് എഫ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാലോ, പ്രോബബിലിറ്റി ഓഫ് എ ബൈ എഫ് എന്ന് എഴുതാലോ. ഓക്കെ അല്ലേ? കമ്പയർഡ് ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കേട്ടോ, കമ്പയർഡ് ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി നമുക്ക് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് എഴുതാം. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇതിനെങ്ങനെ എഴുതാം, ബി ഗിവൺ എഫ്, മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, എ ഇന്റർസെക്ഷൻ എഫ് എ ഇന്റർസെക്ഷൻ ബി എഴുതാം അല്ലെ, എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ ഇതിന്റെ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ബൈ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് എന്ന് എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? എൻസ് പ്രൂവ്ഡ്. അപ്പൊ ഈ പ്രോപ്പർട്ടി മറക്കാൻ പാടില്ല കേട്ടോ, അപ്പൊ ഈ പ്രോപ്പർട്ടി മറക്കാൻ പാടില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക, ബോക്സിലാക്കി വെക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു probability of a by f plus probability of b by f minus probability of a intersection b given f, a intersection b given f. Probability of a union b by f equal to probability of a by f plus probability of b by f minus probability of a intersection b given f എന്നുള്ള മോഡലായി. ഇനി പ്രോപ്പർട്ടി നമ്പർ 3, അടുത്തൊരു പ്രോപ്പർട്ടി, കണ്ടീഷണൽ പ്രോപ്പർട്ടിയുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ അടുത്തൊരു പ്രോപ്പർട്ടി, ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് ഇവൻ then probability of a union b intersection f equal to probability of a plus probability of b minus probability of b given f. ഇതിലൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോ a and b are disjoint അല്ലേ, a and b are disjoint എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് a intersection b equal to 0, അതായത് 5 എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, യൂസിങ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് പ്രോപ്പർട്ടി 2 നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ ഒരു പുതിയൊരു മോഡലാണ് പ്രോപ്പർട്ടി 3 എന്ന് പറഞ്ഞാൽ. എങ്ങനെ എഴുതുക, പ്രോബബിലിറ്റി ഓഫ് എ ബൈ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 0 ആയിപ്പോയി, എ ഇന്റർസെക്ഷൻ ബി 0 അല്ലേ, അപ്പൊ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഫൈനലി പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എഫ് മാത്രം ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 3 പറയുന്നത്. അപ്പോ ഈ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇത് ഡിസ്ജോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതെന്താണെന്ന് മനസ്സിലാക്കുക, ഡിസ്ജോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ദെൻ പ്രോപ്പർട്ടി നമ്പർ 4 പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് എന്നാണ് പറയുന്നത്, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു ചെറിയൊരു പ്രൂഫും കൂടി നമുക്ക് എഴുതാം. ഒക്കെ ബൈ ഹാർട്ട് ആക്കേണ്ട പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാണ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് എഫ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്നുള്ളത് നമുക്ക് പ്രൂഫ് ആക്കേണ്ടി. ഇത് പ്രൂഫ് ആക്കാൻ വേണ്ടി ഞാൻ എഴുതി പ്രോബബിലിറ്റി ഓഫ് എസ് ബൈ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ എഫ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാലോ. ഇനി എസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം അല്ലെ, ഇ യൂണിയൻ ഇ കോംപ്ലിമെന്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇ കോംപ്ലിമെന്റ് യൂണിയൻ ഇ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇയിലില്ലാത്തതും ഇതിലെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അപ്പൊ അത് വെച്ച് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യും. ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എങ്ങനെ എഴുതാ, ഇ കോംപ്ലിമെന്റ് യൂണിയൻ ഇ ഗിവൺ എഫ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഡയറക്റ്റ് എഴുതാണ് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. ഇവിടെ നോക്കാം, ഇതല്ലേ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ ഇ ബൈ എഫ് ഈക്വൽ ടു, ഇവിടെ ഉള്ള ഈ നമ്പറിനെല്ലാം നമ്മൾ മാറ്റി എഴുതിയത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് തീർച്ചയായിട്ടും എന്തുണ്ടാവുക, പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടുന്ന് മാറ്റി എഴുതിയാൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു
പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് എഫ് ആട്ടോ, പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് എഫ്, പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് എഫ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. ഓക്കെ ആണല്ലോ? യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഇവന്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവും. അതിൽ രണ്ടാമത്തെ ഇവന്റ് ഒക്കർ ചെയ്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 7/13 ദെൻ പി ഓഫ് ബി ഈക്വൽ ടു 9/13 അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഒക്കെ തന്നിട്ട് എന്ത് മാത്രം കണ്ടെത്തിയാൽ മതി? പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി കണ്ടെത്തിയാൽ മതി അല്ലെ? അപ്പൊ പി ഓഫ് എ ഈക്വൽ ടു 7/13, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 9/13, then probability of A and B equal to 4/13. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി, ദാറ്റ് ഈസ് 9/13. ഇത് രണ്ടും കട്ടായി കഴിഞ്ഞാൽ ആൻസർ ബിക്കംസ് 4/9. ആൻസർ ബിക്കംസ് 4/9. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 0.4 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തണം, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടെത്തണം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയും കണ്ടെത്തണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ആക്കി നോക്കാം. എഴുതി given probability of A equal to 0.8, then probability of B equal to 0.5 and probability of B given A equal to 0.4. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടെത്തേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ച പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് കണ്ടെത്തേണ്ടത്. എനിക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ആൻഡ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ അല്ലേ? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എന്റെ വാല്യൂ 0.8 ഇൻറ്റു ബി ഗിവൺ എന്ന് പറഞ്ഞാൽ 0.4 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ആൻസർ കിട്ടിട്ടോ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 0.8 ഇൻറ്റു 0.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.24 ഈക്വൽ ടു 0.32 കേട്ടോ. സോറി ഇതിൽ 0.32 അല്ലേ? 0.8 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ 0.32. റെഡി അല്ലേ? അപ്പൊ ഇനി അടുത്ത ആൻസർ ഇന്നോട് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ എ ബൈ ബി, പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ആണ് കണ്ടെത്തേണ്ടത്. അതും ഡയറക്റ്റ് ആൻസർ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്താണെന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 0.32 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.32 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പൊ അതിന്റെ പകുതി 1/6. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടെത്തേണ്ടത്. ഫോർമുല നമുക്ക് അറിയാലോ, +1 ഡയറക്റ്റ് ഫോർമുലയാണ്. അല്ലെങ്കിൽ സെറ്റിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ സെറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നോക്കിയാലും മതി, ഒരേ പ്രോബ്ലം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എല്ലാ ഡാറ്റകളും ഗിവൺ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ 0.8 0.5 അല്ലേ? ഇവിടെ ആഡ് ചെയ്യാം 0.8 പ്ലസ് 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.32. അപ്പൊ എത്ര ഉണ്ടാവുക? 0.8ഉം 0.5ഉം കൂടി ആഡ് ചെയ്താൽ 1.3 മൈനസ് 0.32 ഈക്വൽ ടു 0.98. നോക്കട്ടോ. ഓക്കെ അല്ലേ? 80 പ്ലസ് ദാറ്റ് ഈസ് 130 മൈനസ് 32, that is 98. യെസ്. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ,
എ ഡൈ ഈസ് റോൾഡ്, കൺസിഡർ ദ ഇവന്റ്. ഒരു ഡൈ റോൾ ചെയ്തു. ഡൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 1 to 6 വരെയുള്ള ഒരു ഡൈ, ഒരു വെൽ ബാലൻസ്ഡ് ക്യൂബില് ഡൈ, കോയിൻ, പ്ലേയിങ് കാർഡ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. എ ഡൈ ഈസ് റോൾഡ്, കൺസിഡർ ദ ഇവന്റ് ഇ 1 3 5 എഫ് ജി. അങ്ങനെയാണെങ്കിൽ കുറെ സംഭവങ്ങൾ കണ്ടെത്താണ്ട്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഗിവൺ പ്രോബബിലിറ്റി. ഓക്കെ, ഓരോ ഇവന്റുകൾ നമുക്ക് പ്രോബബിലിറ്റി കണ്ടെത്താം കേട്ടോ. എഴുതി. ഹിയർ ദ ഡൈ ഈസ് റോൾഡ്, ഡൈ ആണ് ഇവിടെ റോൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു 1 2 3 4 5 6 1 2 3 4 5 6, ദാറ്റ് ഈസ് n ഓഫ് എസ് എന്ന് പറഞ്ഞ 6. ഇനി ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടി ഓരോ വാല്യൂസ് നമുക്ക് എഴുതണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കോട്ടോ, പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നോക്കാം, ഇവിടെ എല്ലാം എഴുതാം. n ഓഫ് ഇ, ഇ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ്സ്. n ഓഫ് എഫ്, എഫിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ്. n ഓഫ് ജി എന്ന് പറഞ്ഞ ജിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഫസ്റ്റത്തെ കേട്ടോ. യെസ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ പ്രോബ്ലം കേട്ടോ, പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. പ്രോബബിലിറ്റി ഓഫ് എഫ്. അപ്പൊ ഓരോന്നിന്റെ പ്രോബബിലിറ്റി നമുക്ക് ആദ്യം കണ്ടെത്തണം. എഴുതിക്കോ. ദ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞ n ഓഫ് ഇ ഡിവൈഡഡ് ബൈ n ഓഫ് എസ് ആണ് അല്ലെ. അപ്പൊ 6 3. അടുത്ത് പ്രോബബിലിറ്റി ഓഫ് എഫ്, എഫിന്റെ പ്രോബബിലിറ്റി ഇവിടെ 2 എലമെന്റ്സ് ഡിവൈഡഡ് ബൈ സാമ്പിൾ. പ്രോബബിലിറ്റി ഓഫ് എഫ്, എഫിന്റെ പ്രോബബിലിറ്റി ഇവിടെ 2 എലമെന്റ്സ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ 6 എലമെന്റ്സ്. പ്രോബബിലിറ്റി ഓഫ് ജി എന്ന് പറഞ്ഞ 4 എലമെന്റ്സ് ഡിവൈഡഡ് ബൈ 6 എലമെന്റ്സ്. പ്രോബബിലിറ്റി ആണ് കാണുന്നത്, ഡയറക്റ്റ് എഴുതരുത്. ഓക്കെ അല്ലേ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ്. അപ്പൊ ഇ ഇന്റർസെക്ഷൻ എഫ് കണ്ടെത്തിക്കോ. ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞ ഇയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ നോക്കാം. 1 3 5 ഇങ്ങനെ എഴുതാം അല്ലെ. 1 3 5 ഇന്റർസെക്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞ 2 3. എഫ് എന്ന് പറഞ്ഞ 2 3. കോമൺ എലമെന്റ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒറ്റ എലമെന്റ്സ് മാത്രമേ കോമൺ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ എത്ര എലമെന്റ് ഉള്ളത്? ഓൺലി 1 എലമെന്റ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് ഇ ബാർ എഫ് കണ്ടെത്താം. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു probability of E intersection F divided by probability of F equal to probability of E intersection F ന്റെ വാല്യൂ എന്താ? 1/6 divided by probability of F എന്ന് പറഞ്ഞാൽ that is 2/6. റെഡി അല്ലേ? യെസ്, കട്ടായി പോയി. ആൻസർ becomes 1/2. ഞാൻ ഇവിടെ 6 എഴുതി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ 2/6 നൊക്കെ 1/3 എന്നൊക്കെ എഴുതി. പക്ഷെ ഞാൻ ഇവിടെ കട്ടായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്? 1/6 ഡിവൈഡഡ് ബൈ 2/6 ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? 1/2 എന്നുള്ള ആൻസർ കിട്ടും. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ അല്ലെ, അത് വേഗം ആൻസർ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ സെയിം 1/6 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ദാറ്റ് ഈസ് 3/6. കട്ടായാൽ 1/3. ആൻസർ ബിക്കംസ് 1/3. ഓക്കെ അല്ലെ. ഇനി അടുത്തത് ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇ യൂണിയൻ എഫ് ഗിവൺ ജി എന്നുള്ളത്. ഇ യൂണിയൻ എഫ് ഗിവൺ ജി. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഗിവൺ ജി. അപ്പൊ ഇതിന്റെ ഫോർമുല എഴുതിയാൽ മതി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ ജി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ജി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഗിവൺ ജി. ഇന്റർസെക്ഷൻ എഫ് ഗിവൺ ജി എല്ലാ വാല്യൂസ് നമുക്ക് അറിയാലോ, ഇ ജി. അപ്പോ ഇനി ഇവിടെ നമുക്ക് കണ്ടെത്താൻ ആവശ്യമുള്ള ആളുകൾ ഏതൊക്കെയാണ് നമുക്ക് ഇതിങ്ങനെ എഴുതി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് ജി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ജി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി. ഓക്കെ അല്ലേ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കണ്ടെത്തണം. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കുക. ആ സെറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടല്ലോ. ഓക്കെ,
ഇനി എല്ലാ വാല്യൂസ് നമുക്ക് കണ്ടെത്തണം അല്ലെ. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ ജി ആണ് കേട്ടോ. ഈ ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നോക്കാം. ഇത് രണ്ടും കൂടി നോക്കിയാൽ പോരെ. അപ്പോൾ 3 മാത്രം ഉണ്ട് കോമൺ ആയിട്ടുള്ളത്. ഈ ഇന്റർസെക്ഷൻ ജി ആണ് അല്ലേ. അപ്പോൾ 3 and 5 സെറ്റ് 3 and 5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 elements 2/6. അടുത്തത് എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞാൽ എഫും ജിയും കൂടി കോമൺ ആക്കിക്ക. എഫും ജിയും കൂടി കോമൺ ആകുമ്പോൾ 2 3 ഉണ്ട്. യെസ് 2 3. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് ജി ഈക്വൽ ടു 2/6. The next one, probability of E, F, G. മൂന്നിലും കൂടി കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണുള്ളത് നോക്കടാ. ഇയിലും എഫിലും ജിയിലും കൂടി കോമൺ ആയിട്ടുള്ള എലമെന്റ് 1 മൂന്നിലും ഇല്ല. 3 ടോട്ടലി കോമൺ അല്ലേ. യെസ് 3 എന്ന് പറയുന്ന എലമെന്റ് മാത്രമാണ്. പ്രോബബിലിറ്റി ഓഫ് അപ്പൊ ഇങ്ങനെ എഴുതി പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി ഈക്വൽ ടു ഒരു എലമെന്റ് മാത്രം 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ഇനി ഇവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത എല്ലാ വാല്യൂസും ഡയറക്റ്റ് കിട്ടി. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് ജി. പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് ജി എന്ന് പറഞ്ഞാൽ 2/6 ഓൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി. ജിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ജി എന്ന് പറയുന്ന സെറ്റിൽ ആകെ എത്ര എലമെന്റ്സ് ഉള്ളത് നോക്കാം. 4 എലമെന്റ്സ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ജി എന്ന് പറഞ്ഞാൽ 4/6. പ്രോബബിലിറ്റി ഓഫ് ജി എന്ന് പറഞ്ഞാൽ 4/6. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? പ്ലസ് നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി ഓഫ് ഇ എഫ് ഇന്റർസെക്ഷൻ ജി. പ്രോബബിലിറ്റി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ജി ആണ് കേട്ടോ. സോറി ഇവിടെ വീണ്ടും ഇ എഴുതി അല്ലേ. എഫ് ഇന്റർസെക്ഷൻ ജി. യെസ് 2/6 ഓൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി. പ്രോബബിലിറ്റി ഓഫ് ജി. ജിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ്. ദാറ്റ് ബിക്കംസ് 4/6. Okay. Then probability of intersection G, F intersection divided by F minus 1/6 divided by probability of G എന്ന് പറഞ്ഞാൽ same 4/6 equal to ഇതൊക്കെ കട്ടായി. നമുക്ക് എങ്ങനെ എഴുതാം? 2/4 plus 2/4 minus 1/4 equal to 2 plus 2 4/4 minus 1/4. Answer becomes 3/4. Okay ആണല്ലോ. Answer becomes 3/4. Ready അല്ലേ? Yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Suppose 10 numbered card 1 to 10 are placed in a box. 10 കാർഡുകൾ ഉണ്ട്. ആ കാർഡിലെ നമ്പേഴ്സ് എഴുതിയാണ് 1 to 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയാണ്. ആർ പ്ലേസ്ഡ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ ഇട്ട് വെച്ചു. 1 card is drawn from അറ്റ് റാൻഡം. ഒരു കാർഡ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഇവന്റ്, ഇഫ് എ ഈസ് ദ ഇവന്റ് ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് ഈവൺ, ദെൻ റൈറ്റ് എ. രണ്ടാമത്തത്, ഇഫ് ബി ഈസ് ദ ഇവന്റ് ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് more than 3, then find the probability of A by B. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ, കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ എഴുതിയത് ഇക്വേഷൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതലാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു വേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ 10 കാർഡുകളാണുള്ളത്. ഒരു കാര്യം മനസ്സിലായി. ഹിയർ ദ സാമ്പിൾ സ്പേസ് 10 കാർഡുകളാണെങ്കിൽ ആകെ ഉണ്ടാവുന്നത് 1 to 10 അല്ല. അപ്പൊ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഇനി ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാർഡ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നുണ്ട്. ഓൺലി 1 കാർഡാണ് ഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ തൊട്ട് മുകളിൽ തന്നിട്ടുണ്ട് അല്ലെ. ഇഫ് എ ഈസ് ദ ഇവന്റ്, എ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇവന്റ് എ എഴുതിയാൽ ഇവന്റ് എയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് ഈവൺ. യെസ്, ഇതൊരു ഈവൺ നമ്പർ ആവണം എന്നാണ് അർത്ഥം. അപ്പോ ഈക്വൽ ടു ഈവൺ നമ്പർ അല്ലാണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഈവൺ നമ്പർ ഉള്ളത്? 2 4 6 8 10 ആർ ദ ഈവൺ നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് പ്രോബ്ലം പറയുന്നത് ഇഫ് ബി ഇസ് ദ ഇവന്റ്. ഇനി അടുത്തത് ഇവന്റ് ബി എന്ന് പറയുന്ന ഇവന്റ് ഉണ്ട്. മോർ ദാൻ 3 എന്നുള്ള, മോർ ദാൻ 3 ആണ് കേട്ടോ. 3നേക്കാൾ വലുത് എന്നുള്ള മീനിങ് ആണ്. മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? 3 വരാൻ പാടില്ല. മോർ ദാൻ 3 ആണ്. അപ്പോ
മിനിമം 4 അതിനേക്കാൾ കൂടുതൽ വരണം. മോർ ദാൻ 3 അല്ല, അപ്പൊ 3 വരാൻ പാടില്ല. റെഡി? അപ്പൊ 4, 5, 6, 7, 8, 9, 10. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ആണ് കണ്ടെത്തേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി. അപ്പൊ നോക്കിക്കോ, ഹിയർ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ദാറ്റ് ഈസ്, അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കണ്ടത്, എ ഉണ്ട് ഇവിടെ, ബി ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തണം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു ഏതൊക്കെ എലമെന്റ്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ട്? 4, 6, 8, 10 ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ 4, 6, 8, 10. യെസ്, നോ പ്രോബ്ലം. 4, 6, 8, 10. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ n ഓഫ് എസ് ഈക്വൽ ടു n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എലമെന്റ്സ് ഇവിടെ എത്രയുള്ളത്? 1, 2, 3, 4 ഡിവൈഡഡ് ബൈ n ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 10. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ് അല്ലെ. അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ n ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്, ദാറ്റ് ഈസ് n ഓഫ് എസ്. n ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1, 2. ഓക്കെ, n ഓഫ് ബി അല്ലെ, ടോട്ടൽ 1, 2, 3, 4, 5, 6, 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ എലമെന്റ്സ് 7 by 10. ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ, then more than 3 is already occurred. Then more than 3 is already occurred. എഴുതാട്ടോ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. ക്വസ്റ്റ്യനിൽ എങ്ങനെ വന്നതെന്ന് ശ്രദ്ധിക്കുക. ഈക്വൽ ടു n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ 4 by 10 ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 4 by 10 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 7 by 10. ആൻസർ ബിക്കംസ് കട്ടായി പോയി 4 by 7. ഈ 4 by 7 വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് അല്ലെ ഈവൻ നമ്പർ, പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ ഗിവൺ ദാറ്റ് അല്ലെങ്കിൽ ദെൻ പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ given that more than 3 is already occurred. More than 3 is occurred. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ ആണ്, നോക്കട്ടാ. ദാറ്റ് ഈസ് 4 by 7. റെഡി അല്ലേ? നോക്കാം. ഇവിടെ ഈവൻ നമ്പറിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്, മറിച്ച് മോർ ദാൻ 3 is already occurred. ആൻസർ ബിക്കംസ് 4 by 7. ഓക്കെ അല്ലേ? ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ വേർഡ് ടൈപ്പ് പ്രോബ്ലത്തിൽ വരുന്ന കോൺസെപ്റ്റുകൾ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നുകടേ? 2 into പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 5 by 13 തന്നുകണേ അല്ലേ. നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അത് 5 by 13 ആണ്. അതേപോലെ 2 into പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അതും 5 by 13 ആണ്. ഈ 2 ഇങ്ങോട്ട് പോരട്ടെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കിട്ടുമല്ലോ, ദാറ്റ് ഈസ് 5 by 26 കിട്ടും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഈ 2 കൂടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ കിട്ടും, വന്നപ്പോൾ ഡിവിഷൻ 5 by 13 all divided by 2 എന്ന് പറഞ്ഞാൽ 5 by 26. റെഡി? ഇനി നമുക്ക് ഇവിടെ കിട്ടണം, യെസ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടെത്തണം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കിട്ടി, പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടി. ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളത്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിന് ഇതും തന്നിട്ടുണ്ട്, നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു 2 by 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെയാ സോൾവ് ചെയ്യാൻ നോക്കിക്കോട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 2 by 5. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ അവിടെ നിർത്തിക്കോ, സോൾവ് ചെയ്യും. 2 by 5 into പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 by 5 into പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ 5 by 13. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 ഒക്കെ കട്ടായി പോകും. ഈ 5 നമുക്ക് കട്ട് ചെയ്യാം. ഈക്വൽ ടു 2 by 30. ഈ വാല്യൂ ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 by 26 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5 by 13 മൈനസ് 2 by 13. ഓക്കെ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 2 by 13. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടിയാണ് 26 ആക്കുക. അപ്പൊ ഇങ്ങനെ ആക്കിയാൽ മതി. 5 by 26 പ്ലസ് ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക? 2 into 10 sorry 2 into 5 10 divided by 26 minus 4 by 26. ഓക്കെ അല്ലേ?
ഇതിനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 + 10 എന്ന് പറഞ്ഞാൽ 15 divided by 26 minus 4 by 26. Answer become 15 minus 4 all divided by 26 equal to 11 by 26. Okay അല്ലേ? Equal to 11 by 26 ആണ് probability of A union B എന്ന് പറഞ്ഞു. Probability of A union B. ഇതിന്റെ മീനിങ് probability of A or B. That is probability of A or B അല്ലെങ്കിൽ at least one of them എന്ന് പറഞ്ഞാൽ 11 by 26 ആയി. ഓക്കെ അല്ലേ? 11 by 26. അപ്പൊ ഈ യൂണിയനും ഇന്റർസെക്ഷനും കാണുമ്പോൾ നിങ്ങൾ അതിനെ എന്ത് ചെയ്യാം? വേർഡ് ആക്കി പറയാൻ പഠിക്കുക. റെഡി അല്ലേ? ഇനി ടോസ്ഡ് 3 കോയിൻസ്. ഇവിടെ കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഹെഡ് ഓൺ ഫസ്റ്റ് ടോസ്, ഹെഡ് ഓൺ സെക്കൻഡ്, ഫസ്റ്റ് 2 ടോസ്, അറ്റ് ലീസ്റ്റ് 2 ഹെഡ്സ്, അറ്റ് മോസ്റ്റ് 2 ഹെഡ്സ്. ഓക്കെ, ഇത് 6th ക്വസ്റ്റ്യൻ കേട്ടോ, നിങ്ങളെ നോട്ടിലെ 6th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെയൊക്കെ കണ്ടെത്തേണ്ടത് 3 times find E given F on all condition, all above condition. മുകളിലുള്ള എല്ലാ കണ്ടീഷനിലെയും ഈ ഗിവൺ എഫ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹെഡ് ഓൺ ഫസ്റ്റ്. അപ്പോൾ കോയിൻ ടോസ്ഡ് 3 ടൈം അല്ലേ? കോയിൻ ടോസ്ഡ് 3 ടൈം. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ 3 കോയിൻ ടോസ് ചെയ്താൽ 3ഉം ഹെഡ് ആവാം, അല്ലെങ്കിൽ ഹെഡ് ദെൻ ടൈല് വരാം, അല്ലെങ്കിൽ ഹെഡ് ടൈല് ഹെഡ് വരാം, ദെൻ ഫൈനലി ടൈൽ ഹെഡ് വരാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ടൈൽ ആവാം, ടൈൽ ഹെഡ് വരാം. നെക്സ്റ്റ് വൺ ടൈൽ ഹെഡ് ടൈൽ വരാം, ഹെഡ് ദെൻ ടൈൽ ആൻഡ് ടൈൽ വരാം. 8 ആയില്ലേ? 1 2 3 4 5 6 7 8. യെസ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ 2/1. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്താൽ 2/8. അതായത് 8 ഔട്ട്കംസ് ഉണ്ടായിരിക്കും സാമ്പിൾ സ്പേസിൽ. ഇനി ഓരോ നമുക്ക് ചെയ്ത് നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ തേർഡ് ടോസ്, ഹെഡ് ഓൺ തേർഡ് ടോസിൽ ഹെഡ് കിട്ടിയത്. അപ്പൊ ഇന്റെ അകത്ത് ഉണ്ടാവുന്ന എലമെന്റ്സ് അതൊക്കെ ഉണ്ടാവുക. തേർഡ് ടോസിൽ ഹെഡ് വന്നത് ഇതുണ്ടാവും, എച്ച് ഉണ്ടാവും. തേർഡ് ടോസ് ഇല്ല, അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ ഹെഡ് ഉള്ളത്. ഇങ്ങനെ വരുമ്പോ HTH ഉണ്ട്. റെഡി? THH ഉണ്ട്. അടുത്ത TTH ഉണ്ട്. ഓക്കെ അല്ലേ? TTH ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 8. റെഡി ആണല്ലോ? ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഇ. ഇനി അടുത്തത് എഫ് എഴുതിക്കോ. എഫ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസ്, ആദ്യത്തെ 2 ടോസിലെ ഹെഡ്. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ 2 ഹെഡ്, ആദ്യത്തെ 2 ഹെഡ്. അപ്പൊ ഇതുണ്ടാവും. പിന്നെ HHD, കാരണം ഫസ്റ്റ് 2 ഹെഡ് അല്ലേ വന്ന്. ഇനി നോക്കാം, ഫസ്റ്റിലെ ഹെഡ് ഇല്ല, കഴിഞ്ഞു. യെസ്. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 2/8. റെഡി അല്ലേ? ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഓൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് ഈക്വൽ ടു. അപ്പൊ ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടെത്തണം. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ആദ്യം സെറ്റ് 2 കൂടി ഇന്റർസെക്ഷൻ ചെയ്യും. കോമൺ എലമെന്റ്സ് ഏതൊക്കെയുള്ളത്? HHD കോമൺ അല്ല അല്ലെ? പിന്നെ ഉള്ളത് ഒരു H എന്ന് പറഞ്ഞ ഒറ്റ എലമെന്റ് മാത്രം കോമൺ ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് 1/8 ആണ്. ആൻസർ ബിക്കംസ്, ഇവിടെ എഴുതുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു, ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റി 1/8 ഓൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 2/8 ഈക്വൽ ടു കട്ടായി 1/2. ഓക്കെ അല്ലേ? കട്ടായപ്പോ 1/2. ഓക്കെ ആണല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടുത്തെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ മിനിമം 2 ഹെഡ് ഉണ്ടായാൽ മതി. അപ്പൊ 3 ഹെഡ് ആവാം. ഹെഡ് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. മിനിമം 2 ഹെഡ്, പിന്നെ 3 ഹെഡ് ആവാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലത്തിൽ ഇ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, മിനിമം 2 ഹെഡ് എങ്കിലും വേണം. അപ്പൊ ഇ എന്ന് പറഞ്ഞ എലമെന്റ്സ് ഉണ്ടാവുന്നത് ഇവിടെ H ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 2 അല്ല, അപ്പൊ 3 ഹെഡ് ആവാം, കുഴപ്പമില്ല. ഹെഡ് ടൈല്, ഹെഡ് ടൈല് ഹെഡ്, ടൈല് ഹെഡ് ഹെഡ്. ഓക്കെ അല്ലേ? റെഡി? അപ്പോ അത് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് എഫ് അറ്റ്മോസ്റ്റ് 2 ഹെഡ്,
മാക്സിമം 2 ഹെഡ് ഉണ്ടാവണം. മാക്സിമം 2 ഹെഡ് ആവും. ഹെഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാക്സിമം 2 ഹെഡ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ മാക്സിമം 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും. ഹെഡ് ഹെഡ് ടെയില്. അടുത്തത് ഹെഡ് ടെയില് ഹെഡ് ടെയില് ഹെഡ് ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് അല്ലേ, അപ്പൊ ഇത് എഴുതാം ടി ടി ടി. ഹെഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. മാക്സിമം 2 ഹെഡ് അല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഒരു ഹെഡ് വരാം നമുക്ക്. മാക്സിമം 2 ഹെഡ് ആണെങ്കിൽ ഒരു ഹെഡ് വരാം. പിന്നെ ഹെഡ് ടെയില് ടെയില് ഹെഡ് ഹെഡ് ദെൻ ഹെഡ് ടെയില് ടെയില്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 8. സാമ്പിൾ സ്പേസിൽ 8 എലമെന്റ് അല്ലേ ഉള്ളത്. ഇനി ഇയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4. യെസ്. പ്രോബബിലിറ്റി ഓഫ് എഫ് ഈക്വൽ ടു എഫിൽ 1 2 3 4 5 6 7. ദാറ്റ് ഈസ് 7 by 8. ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്. ഇതിലെ കോമൺ എലമെന്റ് ഏതൊക്കെ? എച്ച് 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 കോമൺ അല്ലല്ലോ. എച്ച് എച്ച് ടി എന്നുള്ളത് കോമണാ. അപ്പോ എച്ച് എച്ച് ടി ഉണ്ടായിരിക്കും. അടുത്തത് എച്ച് ടി എച്ച് ഉണ്ടോ? യെസ്, എച്ച് ടി എച്ച് കോമൺ എലമെന്റാ. അടുത്തത് ടി എച്ച് എച്ച് കോമൺ ആണോ? യെസ്, ടി എച്ച് എച്ച് കോമൺ എലമെന്റ്. ഇനി അടുത്തത് അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 3/8. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ 3/8 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് ഈക്വൽ ടു 3/8 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 7/8. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ചെയ്ത 3/7. റെഡി ആണല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി അടുത്ത് അറ്റ്മോസ്റ്റ് 2 tail ആൻഡ് അറ്റ്ലീസ്റ്റ് 1 tail അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യനിലും ഇ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 2 tail, മാക്സിമം 2 tail, എഫ് എന്ന് പറഞ്ഞ അറ്റ്ലീസ്റ്റ് 1 tail, അറ്റ്ലീസ്റ്റ് 1 tail, മിനിമം ഒരു ടൈലെങ്കിലും ഉണ്ടാവണം. അപ്പൊ ഇയും എഫ് ഒക്കെ എഴുതി നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് 2 tail, മാക്സിമം 2 tail ഉണ്ടാവണം. മാക്സിമം 2 tail എന്ന് പറഞ്ഞാൽ ഇത് എടുക്കാം. ടൈൽ ഇല്ലാത്ത കുഴപ്പമില്ല. അടുത്ത് ഒരു ടൈലുള്ള എടുക്കാം അല്ലെ? ഹെഡ് ടൈല് ഹെഡ്, പിന്നെ ടൈല് ഹെഡ് ഹെഡ്. അറ്റ്മോസ്റ്റ് 2 tail അല്ലേ, അപ്പോ ടി ടി എച്ച് എടുക്കാം. അടുത്ത് ടി എച്ച് ടി എടുക്കാം. അടുത്ത് എച്ച് ടി ടി എടുക്കാം. റെഡി അല്ലേ? എച്ച് ടി ടി. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7. ദാറ്റ് ബിക്കംസ് 7 ബൈ ടോട്ടൽ എലമെന്റ് 8. അടുത്തത് എഫ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 tail, ഒരു ടൈലെങ്കിലും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 tail എന്ന്. അപ്പോ ഒരു ടൈൽ ഉള്ളത് എച്ച് എച്ച് ടി എടുക്കാം, കുഴപ്പമില്ല. ഒരു ടൈലെങ്കിലും ഉണ്ട്. എച്ച് ടി എച്ച് എടുക്കാം, പിന്നെ ടി എച്ച് എച്ച് എടുക്കാം. ഓക്കെ, ഒരു ടൈലെങ്കിലും അല്ലേ വേണ്ടത്? അപ്പൊ 3 tail എടുക്കാലോ. ഓക്കെ, അപ്പൊ 2 ടൈലുള്ള കൺസിഡർ ചെയ്യാം. അടുത്ത് ടി എച്ച് ടി എടുക്കാം. നെക്സ്റ്റ് വൺ എച്ച് ടി ടി എടുക്കാം. അറ്റ്ലീസ്റ്റ് 1 tail എന്നല്ലേ, അപ്പൊ മിനിമം 1 tail ഉണ്ടെങ്കിൽ 2 tail 3 tail ഒക്കെ എടുക്കാം. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഇ ബാർ എഫ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. അപ്പൊ നമുക്ക് എന്താ ആവശ്യമുണ്ട്? ഈ ഇന്റർസെക്ഷൻ എഫ് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇതിലെ കോമൺ എലമെന്റ്സ് നോക്കാം. ട്രിപ്പിൾ എച്ച് കോമൺ ആണോ? നോ, കോമൺ എലമെന്റ്സ് അല്ല. എച്ച് എച്ച് ടി കോമൺ അല്ലേ? അപ്പൊ എച്ച് എച്ച് ടി കോമൺ ആയി. ഇനി അടുത്തത് എച്ച് ടി എച്ച് കോമൺ ആണല്ലോ. റെഡി? എച്ച് ടി എച്ച് കോമൺ ആ. ഇനി അടുത്ത ടി എച്ച് എച്ച് കോമൺ ആണോ? നോ, ടി എച്ച് എച്ച്. യെസ്, ടി എച്ച് എച്ച് കോമൺ അല്ലേ? അടുത്ത ടി ടി എച്ച് കോമൺ ആണോ? റെഡി? ടി ടി എച്ച് കോമൺ ആണ്. നെക്സ്റ്റ് വൺ ടി എച്ച് ടി കോമൺ എലമെന്റ്. ഫൈനലി എച്ച് ഡി ടിയും കോമൺ എലമെന്റ്. എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 എലമെന്റ്സ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ വരിക? ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു അല്ലെ? മാക്സിമം എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. 6 ഓൾ ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ 8 എലമെന്റ്സ്. റെഡി അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്.
that is probability of E and F is equal to 6/8 all divided by probability of F എന്ന് പറഞ്ഞ that is probability of F. Okay, right. Probability of F നമുക്ക് എഴുതിയിട്ടില്ല അല്ലേ? Okay. ദാ probability of F എന്ന് പറഞ്ഞ എഴുതിക്കോട്ടാ 8 1 2 3 4 5 6 7 that is 7/8. Probability of F എന്ന് പറഞ്ഞ 7/8 കട്ടായപ്പോൾ 6/7. ഓക്കെ അല്ലേ? ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ അവിടെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാവല്ലോ. ദ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് എ ദെൻ ബി ഈസ് ഓൾറെഡി ഒക്കേർഡ്. അതാണ് ഡെഫിനിഷൻ ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ to find the probability of A then B is already occurred. The probability of A then B is already occurred. Next ഒരു പ്രോബ്ലം നോക്കൂ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. An instructor as question bank, ഒരു ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. കൺസിസ്റ്റ് ഓഫ് 300 ഈസി ട്രൂ, ഈ ടി ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആട്ടോ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. 300 ഈസി ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ, then 200 ഡിഫിക്കൽട്ട് ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ, 500 ഈസി MCQ എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. റെഡി? MCQ ഞാൻ അവിടെ ഇങ്ങനെ ഷോർട്ട് ആക്കി എഴുതിയത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ഫുൾ നെയിം ആട്ടോ MCQ, and 400 difficult MCQ if a question is selected at random. Question ശ്രദ്ധിക്കട്ടോ. If a question is selected at random, റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു ഫ്രം ദ ബാങ്ക്, ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തു. what is the probability that it will be an easy question? ഇത് ഈസി ക്വസ്റ്റ്യൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അങ്ങനെയാണെങ്കിൽ given that it will be an MCQ, അതൊരു MCQ ആവും ചെയ്യണം. അപ്പൊ അവിടെ ആദ്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആ എടുത്ത ക്വസ്റ്റ്യൻ MCQ ആണെന്ന് ഒക്കേടാണ്. റെഡി അല്ലേ? MCQ, ആ ക്വസ്റ്റ്യൻ MCQ ആണെന്ന് ഇവിടെ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ find the probability that it is an easy question. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് എഴുതണം. അപ്പൊ അതിനു വേണ്ടി കറക്റ്റായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം. നമുക്ക് ഇവിടെ എഴുതാം ഇതെങ്ങനെ, ഈസി ഡിഫിക്കൽട്ട് അല്ലെ, ഈസി ഡിഫിക്കൽട്ട്. ഇനി ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആൻഡ് MCQ. ഇത് നമുക്ക് ഈ ഒരു രൂപത്തിൽ സോൾവ് ചെയ്യാം. എത്ര ട്രൂ ഓർ ഫോൾസ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്? 300 ഈസി ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻസ്, ഈസി ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻസ് 300. ഓക്കെ അല്ലേ? റെഡി? ഇനി 200 ഡിഫിക്കൽട്ട് ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ, 200 ഡിഫിക്കൽട്ട് ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഡിഫിക്കൽട്ട് ട്രൂ 200. അടുത്ത് 500 ഈസി MCQ, 500 ഈസി MCQ ആൻഡ് 400 ഡിഫിക്കൽട്ട് MCQ. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ആകെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു നോക്കാം. ദാറ്റ് ഈസ് ടോട്ടൽ 300 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ 500 പ്ലസ് 500 1000 പ്ലസ് 400 ദാറ്റ് ബിക്കംസ് 1400. ഓക്കെ, 1400 ക്വസ്റ്റ്യൻസ് ടോട്ടലി. How many questions? Easy question. How many easy questions? That is 800 easy questions and 600 difficult question. Total number of MCQ 900. Then total number of true or false questions 500. ഇനി ഇവിടെ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? What is the probability that it will be an easy question? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എടുക്കാൻ പാടുള്ളൂ, ഈസി ക്വസ്റ്റ്യനിൽ നമുക്ക് എടുക്കാൻ പാടുള്ളൂ will be given that it is an MCQ. Given that it is an MCQ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. Here total 1400 questions. ടോട്ടലോട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 1400 ക്വസ്റ്റ്യൻസ് ടോട്ടൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ let the events A and B എന്ന് പറയുന്ന ഇവന്റ് ഞാൻ കൺസിഡർ ചെയ്തു. A എന്ന് പറയുന്ന ഇവന്റ് എന്താണ് പ്രോബബിലിറ്റി കണ്ടെത്താനുള്ളത്? what is the probability that it will be an easy question? ഈ ക്വസ്റ്റ്യൻ എന്താവണം? ഒരു ഈസി ക്വസ്റ്റ്യൻ ആവാനുള്ളതാണ് ഞാൻ ഇവിടെ എഴുതി. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതി A എന്ന് പറയുന്ന ഇവന്റ് is an easy question. റെഡി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ given that ഇവിടെ എന്താന്ന് ഒക്കർ ചെയ്തിട്ടുണ്ട്? is an MCQ ആണെന്ന് ഒക്കേർഡ് ആണ്. ഈ ഈസി ക്വസ്റ്റ്യൻ ഒരു MCQ ആണെന്ന് ഒക്കേർഡ് ആണ്. അപ്പൊ എഴുതി B എന്ന് പറഞ്ഞ it is an MCQ. ഓക്കെ, ഇതൊരു MCQ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് എന്താ? ഇനി ഇവിടെ കണ്ടെത്തേണ്ട കാര്യം കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അതെങ്ങനെ എഴുതി നോക്കുക? ദ പ്രോബബിലിറ്റി ഓഫ്
easy question, the probability of an easy question given that it is an MCQ, it is an MCQ, that is denoted by probability of A by B alle, it is denoted by probability of A by B. Okay ആണല്ലോ. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ വലിയൊരു ബുദ്ധിമുട്ടുള്ളത്, അത് ഈ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാന്നൊക്കെ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. പ്രോബബിലിറ്റി ഓഫ് A by B ഈക്വൽ ടു, അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞേ, പ്രോബബിലിറ്റി ഓഫ് A by B ഈക്വൽ ടു probability of A and B divided by probability of B. ഇനിയിപ്പോ നമുക്ക് എന്ത് കണ്ടെത്തണം? പ്രോബബിലിറ്റി ഓഫ് B എന്താന്ന് കണ്ടെത്താം. അത് നമുക്ക് എളുപ്പമുള്ള പണിയാണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് B ശ്രദ്ധിക്കട്ടോ, പ്രോബബിലിറ്റി ഓഫ് B എഴുതുന്നത് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ, പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്ത്, ഇറ്റ് ഈസ് ആൻ MCQ. പ്രോബബിലിറ്റി ഓഫ് MCQ, ഒരു MCQ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താ? ടോട്ടൽ നമ്പർ ഓഫ് MCQ എത്ര? 900 divided by total number of questions 1400, answer becomes 9/14. ഓക്കെ അല്ലേ? ഇതാണ് MCQ എടുക്കാനുള്ള പ്രോബബിലിറ്റി, 9/14 ആണ്. ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ എങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ, ദ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ഫ്രം MCQ. MCQ ആയിരിക്കണം, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പോ ആകെ എത്ര MCQയിലെ ഈസി ക്വസ്റ്റ്യൻ ഉണ്ട്? ഇവിടെ നോക്കിയാൽ മതി, MCQ അല്ലെ, അതിൽ ഈസി 500, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 1500, 400. അപ്പൊ എത്രയായി? 500 MCQ, ഈസി MCQ 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 1400, 0 കട്ടായാൽ 5/14. ഓക്കെ അല്ലേ? 5/14. ഇനി നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങൾ, ഇന്റർസെക്ഷൻ എടുത്ത് കറക്റ്റ് നോക്കട്ടോ. അവിടെ എങ്ങനെ ഇന്റർസെക്ഷൻ എടുത്തതുള്ള കൺസെപ്റ്റ് കറക്റ്റ് ആക്കുക. പ്രോബബിലിറ്റി ഓഫ് A and B എന്ന് പറഞ്ഞതാണ് 5/14 അല്ലെ, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ MCQ എടുക്കാനുള്ള പ്രോബബിലിറ്റി 9/14. ഇത് രണ്ടും കട്ടായാൽ ആൻസർ ബിക്കംസ് 5/9. ആൻസർ ബിക്കംസ് 5/9. ഒരു ഈസി MCQ എടുക്കാനുള്ള പ്രോബബിലിറ്റി 5/9 ആണ്. നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. ആകെ എത്ര MCQ, ഈസി MCQ ഉണ്ട്? 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ MCQ എത്ര? 900 ഈക്വൽ ടു 5/9. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ അതെങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കി എഴുതി പിടിപ്പിക്കണം. ഓക്കെ അല്ലേ? കറക്റ്റ് ആക്കി എഴുതി എടുക്കാം കേട്ടോ. ഇനി യെസ്, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ ഗിവൺ ദാറ്റ് അല്ലെങ്കിൽ ഒക്കേർഡ് ബൈ എന്നല്ലെങ്കിൽ 1 and half അതർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് ഒക്കേർഡ് ആണെങ്കിൽ മറ്റൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താനാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.